സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ എത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. ഗണപതി വട്ടമാണ്. പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDF-ഉം അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങൾ അതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. വയനാട് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയും BJP അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ ഒരു വെടി പൊട്ടിച്ചു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്നാണ് സുരേന്ദ്രൻ്റെ ആവശ്യം. അത് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. സുരേന്ദ്രൻ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ആരോപണമായി കോൺഗ്രസും അതുപോലെ CPM-ഉം ഒക്കെ രംഗത്ത് വന്നു. പക്ഷേ സുരേന്ദ്രൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സുൽത്താൻ ബത്തേരി സത്യത്തിൽ ഗണപതി വട്ടം എന്ന സ്ഥലമാണ് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. Actually, the place is Ganpati Vattam. How many years back Sultan's invasion came? Who is Sultan? Tipu Sultan. Regarding Wayanad and related to Wayanad people, what is the relevance of importance of Tipu Sultan? That place was known as Ganpati Vattam. So people are aware of this. People used to that name Ganpati Vattam, but renamed. So both the Congress and LDF, DF and LDF are with Tipu Sultan. Tipu Sultan attacked many temples, converted lakhs of Hindus in Kerala, especially in Wayanad and Malabar region. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നതുകൊണ്ട് സുൽത്താൻ ബാറ്ററി സുൽത്താൻ ബത്തേരിയായി. അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മ ഇനി കേരളത്തിന് ആവശ്യമില്ല എന്നാണ് കെ സുരേന്ദ്രൻ്റെ നിലപാട്. എന്നാൽ കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ടും കെ സുരേന്ദ്രൻ ഇങ്ങനെയൊരു നിലപാട് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോടാണ് കെ സുരേന്ദ്രൻ്റെ ഈ പ്രതികരണം ആദ്യം വന്നത്. ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്നതിനേക്കാൾ ഉപരി കെ സുരേന്ദ്രൻ ലക്ഷ്യമിട്ടത് ഉത്തരേന്ത്യയിൽ ഒരു വിവാദം സൃഷ്ടിക്കുക എന്നതായിരിക്കാം. കാരണം ഈ ഗണപതി വട്ടവും സുൽത്താൻ ബത്തേരിയുമൊന്നും ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ല. ഇങ്ങനെ ടിപ്പു സുൽത്താൻ വരികയും ആളുകളെ മതം മാറ്റുകയും പേര് മാറ്റുകയും ഒക്കെ ചെയ്ത കഥ ഉത്തരേന്ത്യയിൽ പെട്ടെന്ന് തന്നെ പ്രചരിക്കും. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തേണ്ടിയും വരും. മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു മാറിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് രക്ഷപ്പെടാം. അല്ലാത്ത പക്ഷം അദ്ദേഹം പുലിവാല് പിടിക്കും. ടിപ്പു സുൽത്താനെയും മതപരിവർത്തനത്തെയും ക്ഷേത്രങ്ങൾ ഇങ്ങനെ പേരുമാറ്റി ആക്കുന്നതിനെയുമൊക്കെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉത്തരേന്ത്യയിൽ വളരെ വിപുലമാണ്. അത് കേരളത്തിലുമുണ്ട്. അതിനെ രാഹുൽ ഗാന്ധി പിന്താങ്ങുന്നു എന്ന ഒരു സൂചന നൽകാൻ ഈ തർക്കം വഴിവെക്കും. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി സുരേന്ദ്രൻ ഈ തന്ത്രം ആവിഷ്കരിച്ചത് എന്ന് വേണം കരുതാൻ. ഏതായാലും സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതുകൊണ്ട് സ്ഥലം മാറ്റേണ്ട അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടാകില്ല, അതിനൊരു സാധ്യതയും ഇല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി വിലയിരുത്തുന്നു. സുരേന്ദ്രൻ ജയിക്കുമോ തോൽക്കുമോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ തർക്കത്തിന് അദ്ദേഹം തുടക്കമിട്ടു എന്നത് വ്യക്തമാണ്. സുരേന്ദ്രൻ്റെ ഈ തർക്കം ഉത്തരേന്ത്യയിലായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക എന്നതും വ്യക്തമാണ്. BJP പൊതുവെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു എന്നത് വളരെ നാളുകളായി ഈ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. രാജ്പത്ത് കർത്തവ്യപത്തായതും പ്രയാഗരാജ് എന്ന പുതിയ പേര് വന്നതുമൊക്കെ ദേശീയ മാധ്യമങ്ങൾ ആവോളം ചർച്ച ചെയ്തു. അഹമ്മദാബാദിൻ്റെയും ഹൈദരാബാദിൻ്റെയും ഒക്കെ പേര് വരും ദിവസങ്ങളിൽ മാറ്റണം എന്ന ആവശ്യവും പാർട്ടി പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കണം എന്ന ആവശ്യം ശക്തമാകുന്നത്. ഈ പേരുമാറ്റൽ രാഷ്ട്രീയത്തിൽ
BJPക്ക് കാര്യമായ നേട്ടമാണ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിൻ്റെ പഴയ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഈ രാഷ്ട്രീയത്തിന് കഴിയും എന്നാണ് BJPക്കാരുടെ നിലപാട്. എന്നാൽ ഇതിനെ എതിർക്കാൻ ചെല്ലുന്ന മറ്റു പാർട്ടിക്കാർ പലപ്പോഴും രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് കാണാറുള്ളത്. ഇപ്പോൾ സ്ഥലങ്ങളുടെ മാത്രമല്ല, സർവകലാശാലകളുടെയും സ്റ്റേഡിയങ്ങളുടെയും ഗ്രന്ഥശാലകളുടെയും ഒക്കെ പേര് പലതരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വിവാദം അങ്ങനെ പുകയുകയാണ്. ഏതായാലും സുരേന്ദ്രൻ്റെ ഈ പ്രഖ്യാപനം എത്രമാത്രം ശക്തമായി രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് വയനാട്. കഴിഞ്ഞ വർഷം 4,31,000-ലധികം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി അവിടെ ലീഡ് ചെയ്തത്. ആ സാഹചര്യത്തിൽ എത്ര തന്നെ കുറഞ്ഞാലും വിജയം ഉറപ്പാണ് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. വിജയം വെറുതെ അങ്ങനെ ഉറപ്പിക്കുകയല്ല, 5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ജയിക്കും എന്ന ആണയിട്ട് അടിവരയിടുന്നു കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അങ്ങനെ മലർത്തിയടിച്ചേക്കാം എന്നൊരു സ്വപ്നം കെ സുരേന്ദ്രന് ഉണ്ടാകില്ല. പക്ഷേ താനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നതെന്ന് രാജ്യമെമ്പാടും അറിയിക്കാൻ കെ സുരേന്ദ്രന് ഒരുപക്ഷെ ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് കഴിയും. മാത്രവുമല്ല, ഈ സംഭവത്തിൽ ദേശീയ തലത്തിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള വിവാദത്തിൽ കോൺഗ്രസ്സിന് മറുപടിയും പറയേണ്ടി വരും. അത് ഉത്തരേന്ത്യയിലെ വോട്ടുകളെ എങ്ങനെ ബാധിക്കും എന്നതാണ് ചോദ്യം. ഒരുപക്ഷെ ഇത് സുരേന്ദ്രൻ മാത്രം ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു തന്ത്രമായിക്കൊള്ളണമെന്നില്ല. ഏതായാലും വയനാട്ടിലെ ആളുകൾക്ക് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്നൊരാവശ്യം ഇതുവരെ ഉണ്ടായതായി ആർക്കും അറിയില്ല. ആളുകൾ ഗണപതി വട്ടം എന്നൊക്കെ ആ സ്ഥലത്തെ വിളിച്ചിട്ടുണ്ടാകാം. മലബാർ മാനുവലിലും മലബാർ ഗസറ്റിലുമൊക്കെ ഗണപതി വട്ടം എന്ന പരാമർശം ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു പേരുണ്ടാകുന്നതുകൊണ്ട് തെറ്റില്ല താനും. പക്ഷേ ഇങ്ങനെ ഒരു പേര് മാറ്റണം എന്ന ആവശ്യം ആരുടേതാണ് എന്ന ചോദ്യം ഉയരുകയാണ്. അവിടുത്തെ നാട്ടുകാരും അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ ഉന്നയിച്ചതായി അറിവില്ല. ഏതായാലും കാസർഗോഡുകാരനായ കെ സുരേന്ദ്രൻ വയനാട്ടിലെത്തി അവിടുത്തെ ജനങ്ങളുടെ പഴയ ചരിത്രവും അസ്തിത്വവും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് വ്യക്തം. സുരേന്ദ്രൻ്റെ ഈ തന്ത്രം എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.